ഇന്ന് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് IIT JAM 2023 ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ലെറ്റ് G be a finite group, then G is necessarily a cyclic group if the order of G is. അപ്പോൾ ഇതാണ് ചോദ്യം. ഇതിൽ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് 4, 7, 6, 10 ഇതൊക്കെയാണ് ഓപ്ഷൻ. അപ്പോൾ ചോദ്യം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് G എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് തന്നിട്ടുണ്ട്. ഈ ഒരു ഗ്രൂപ്പ് then G is necessarily a cyclic group if the order of G is. അതായത് G എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് അതൊരു സൈക്ലിക് ഗ്രൂപ്പ് ആകണമെങ്കിൽ അതിൻ്റെ ഓർഡർ എന്തായിരിക്കണമെന്നാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങളൊരു റിസൾട്ട് എന്തായാലും അറിഞ്ഞിരിക്കണം. ഈ ഒരു റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവരി ഫൈനൈറ്റ് പ്രൈം ഓർഡർ ഗ്രൂപ്പ് ഈസ് സൈക്ലിക്. അതായത് നമ്മുടെ അടുത്ത് ഏതെങ്കിലും ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ഉണ്ടെന്ന് വെച്ചോ, അതായത് G എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് നമ്മുടെ അടുത്തുണ്ട്. അതിൻ്റെ അകത്തുള്ള ആ ഒരു നമ്പർ ഓഫ് എലമെൻറ്റ്സ് അഥവാ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈം നമ്പർ ആണെങ്കിൽ, അതായത് ഒരു ഗ്രൂപ്പ് നമ്മുടെ അടുത്തുണ്ട്, ആ ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് 1, 2 ഈ രണ്ട് എലമെൻറ്റ്സ് ആണ് ഉള്ളത് എങ്കിൽ ഈ ഒരു 1, 2 അതായത് രണ്ട് എലമെൻറ്റ്സ് ആണ് ഈ ഒരു സെറ്റിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇത് വെച്ച് ഫോം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് 2 എലമെൻ്റ് ആണല്ലോ ഉള്ളത്. ഈ 2 എലമെൻറ്റ് അതായത് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്തായിരിക്കും? ഒരു പ്രൈം ഓർഡർ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ പ്രൈം ഓർഡറുള്ള എല്ലാ ഫൈനൈറ്റ് ഗ്രൂപ്പുകളും അത് സൈക്ലിക് ആയിട്ട് ബിഹേവ് ചെയ്യും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിൻ്റെ പ്രൂഫ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോൻ്റെ ലിങ്ക് നമ്മൾ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അടുത്തൊരു ഗ്രൂപ്പ് G ഉണ്ടെങ്കിൽ അത് ഫൈനൈറ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് പ്രൈം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് ഉള്ളത് എങ്കിൽ ആ ഒരു ഗ്രൂപ്പ് സൈക്ലിക് ആവും. അപ്പോൾ അതൊരു മെത്തേഡ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒന്ന് പ്രയോഗിച്ചാൽ മതി. അതായത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് G എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പാണ്. G എന്ന് പറയുന്നത് നെസസറിലി സൈക്ലിക് ഗ്രൂപ്പ് ആകണമെങ്കിൽ ഓർഡർ ഓഫ് G എന്താണെന്ന് മാത്രം നമ്മൾ കണ്ടുപിടിക്കേണ്ടു. അപ്പോൾ ഓർഡർ ഓഫ് G എന്ന് പറയുന്നത് എന്താവണം? ഒരു പ്രൈം നമ്പർ ആവണം. ഓർഡർ ഓഫ് G പ്രൈം നമ്പർ ആയാൽ മാത്രമേ ആ ഒരു G എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് സൈക്ലിക് ആകത്തുള്ളൂ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് പ്രകാരം നമുക്കിതിൻ്റെ ആൻസർ B7 ആണ് വരിക. കാരണം 7 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്. മറ്റേ ഓപ്ഷനിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 4, 6, 10 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. 4 ഒരു പ്രൈം നമ്പർ അല്ല, 6ഉം അല്ല, 10ഉം അല്ല, 7 മാത്രമാണ് പ്രൈം നമ്പർ ഉള്ളത്. അതായത് ഏതൊരു ഗ്രൂപ്പ് നമുക്ക് G കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് അതൊരു സൈക്ലിക് ഗ്രൂപ്പ് ആകണമെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ അകത്തുള്ള എലമെൻസിൻ്റെ എണ്ണം എന്തായിരിക്കണം? ഒരു പ്രൈം നമ്പർ ആയിരിക്കണം. അഥവാ ആ ഒരു ഗ്രൂപ്പിന് പ്രൈം ഓർഡറിലായിരിക്കണം വേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അടുത്തൊരു സൈക്ലിക് ഗ്രൂപ്പ് തന്നിട്ടുണ്ടെങ്കിൽ അത് അബീലിയനാണ്. ആ ഒരു കൺസെപ്റ്റ് നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ലിങ്കും നമ്മൾ ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പോൾ ഏതൊരു സൈക്ലിക് ഗ്രൂപ്പും അബീലിയൻ ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എവരി സൈക്ലിക് ഗ്രൂപ്പ് ഈസ് അബീലിയൻ. അതുപോലെ തന്നെ മറ്റൊരു തിയറം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഈ ഒരു തിയറം എവരി ഫൈനൈറ്റ് പ്രൈം ഓർഡർ ഗ്രൂപ്പ് ഈസ് സൈക്ലിക്. ഈ രണ്ട് തിയറം കൂടി ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതായത് നമുക്ക് ഒരു ഫൈനൈറ്റ് പ്രൈം ഓർഡറുള്ള ഒരു ഗ്രൂപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതെന്താകും? അബീലിയനായിട്ട് മാറും. അതായത് നമ്മുടെ അടുത്ത് G എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് പ്രൈം ഓർഡറിലാണ് ഉള്ളതെങ്കിൽ സൈക്ലിക് ആണ്. എല്ലാ സൈക്ലിക് ഗ്രൂപ്പുകളും അബീലിയനാണ് ഈ രണ്ടാമത്തെ ഒരു തിയറം പ്രകാരം. അങ്ങനെയാണെങ്കിൽ എല്ലാ ഫൈനൈറ്റ് പ്രൈം ഓർഡറുള്ള ഗ്രൂപ്പുകൾ എടുത്തു കഴിഞ്ഞാലും നമുക്ക് അബീലിയനായിട്ട് കിട്ടും. അതിൻ്റെ അർത്ഥം ഈ ഒരു ചോദ്യത്തിൽ തന്നിരിക്കുന്ന G എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പില്ലേ അത് അബീലിയനായിട്ട് ബിഹേവ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാര്യം മാത്രമായിരുന്നു. മറ്റ് കൺസെപ്റ്റുകൾ നമ്മൾ വെറുതെ പറഞ്ഞത് മാത്രം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കൂടുതൽ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.